അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹു കാന വമാ ലം യശഅ ലം യകുൻ വലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وعلى أصحابه وعلى مشايخنا وعلى والدينا. ഏറ്റവും പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, ചെറിയ അമലുകളെ കൊണ്ട് വലിയ പുണ്യങ്ങൾ കിട്ടുന്ന കർമ്മങ്ങളാണ് നാം പറഞ്ഞു വരുന്നത്. മുമ്പൊരു ക്ലാസ്സിൽ നാം നിസ്സാരമാണെന്ന് മനസ്സിലാക്കുന്ന ചില പാപങ്ങൾക്ക് ഭൂമിയിൽ വെച്ച് തന്നെ വലിയ ശിക്ഷ ലഭിക്കുമെന്ന് പറഞ്ഞിരുന്നു. അത്തരം ഒരു പാപമാണ് പലിശ ഇടപാടുകൾ. സമുദായത്തെ വല്ലാതെ കാർന്നു തിന്നുന്ന ഒരു പാപമാണിത്. ആരും അതിൻ്റെ ശിക്ഷയെക്കുറിച്ചോ ആഖിറത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ഭൂമിയിൽ വെച്ച് തന്നെ കിട്ടുന്ന ശിക്ഷകളെക്കുറിച്ചോ ബോധവാന്മാരല്ല. പലിശ ഇടപാടുകൾ നടത്തുന്നവന് അല്ലെങ്കിൽ പലിശക്ക് സഹായിക്കുന്നവന് കിട്ടുന്ന ആഖിറത്തിലെ ശിക്ഷയ്ക്ക് പുറമെ ഭൂമിയിൽ ജീവിതകാലത്ത് തന്നെ കിട്ടുന്ന ശിക്ഷകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഈ പാപത്തിന്റെ ഗൗരവവും അതിൽ നിന്ന് നാം വിട്ടുനിൽക്കാൻ കാരണമാവുകയും ചെയ്യുകയുള്ളൂ. ഒന്നാമത്തെ ശിക്ഷ അഥവാ പലിശ ഇടപാട് നടത്തുന്നവർക്ക് ഭൗതിക ലോകത്ത് മരണപ്പെടുന്നതിന് മുമ്പ് തന്നെ കിട്ടുന്ന ശിക്ഷ. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ശിക്ഷയാണത്. എന്താ? യംഹഖുല്ലാഹു അർരിബാ. പലിശപ്പണത്തിൽ ബറക്കത്തുണ്ടാവില്ല. അള്ളാഹു അതിനെ ബറക്കത്തില്ലാത്തതാക്കും. ആ പണം ഉപകാരപ്പെടുകയില്ല എന്നർത്ഥം. പലരുടെയും ജീവിതം തന്നെ തകരുന്നത് ഈ പലിശ ഇടപാടുകളെ കൊണ്ടാണ്. കാരണം നമുക്ക് എത്ര ലക്ഷം വേണമെങ്കിലും ബാങ്കിൽ പോയാൽ കിട്ടും, അല്ലെങ്കിൽ വട്ടിപ്പലിശക്കാരിൽ നിന്ന് കിട്ടും. പക്ഷേ ആ പൈസ ഒരു ഉപകാരത്തിനും പെടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അല്ലെങ്കിൽ അതുകൊണ്ട് തുടങ്ങിയ ബിസിനസ്സിൽ, അതുമല്ലെങ്കിൽ പലിശപ്പണം കൊണ്ടുണ്ടാക്കിയ വീട്ടിൽ, അല്ലെങ്കിൽ പലിശക്ക് വാങ്ങിയ വാഹനത്തിൽ, എഡ്യൂക്കേഷൻ ലോൺ എടുത്ത് പഠിപ്പിക്കുന്ന മക്കളിൽ, ആഭരണം പണയം വെച്ച് പലിശക്കെടുത്ത പൈസയിൽ ഒന്നും ബറക്കത്തുണ്ടാവുകയില്ലെന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. ഇത് നമുക്ക് വേണ്ടി അള്ളാഹു, സൃഷ്ടാവായ അള്ളാഹു പഠിപ്പിച്ചു തരികയാണ്. അതിൽ ബറക്കത്തുണ്ടാവുകയില്ല, അതിലൊരു പുരോഗതിയും ഉണ്ടാവുകയില്ല എന്ന്. പിന്നെന്താ? പകരം അടച്ചു തീർക്കാൻ പറ്റാത്ത വിധം കടങ്ങൾ വർദ്ധിക്കുകയും ഭീഷണികൾക്കും ജപ്തിക്കും വിധേയമായി എന്നും തലവേദനകളായിരിക്കും ആ പണം കാരണത്താൽ, അല്ലെങ്കിൽ പലിശ പണം കാരണത്താൽ ഉണ്ടാവുക. ഒരു സമാധാനവും സന്തോഷവും ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. ദുആ പോലും സ്വീകരിക്കാത്ത അവസ്ഥ വരും. അതാണല്ലോ ബറക്കത്തില്ലാഞ്ഞാലുള്ള അവസ്ഥ. കാരണം എന്താ? അവന്റെ വസ്ത്രവും ഭക്ഷണവും എല്ലാം ഹറാമാണ്, എല്ലാം ഈ പലിശയിൽ നിന്നാണ്. അങ്ങനത്തെ ഭക്ഷണത്തിൽ നിന്നുണ്ടായ മാംസം, ഇതൊന്നും എന്തല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടമുള്ളതല്ല. അത്തരം ഹറാമുകൾ കലർന്നവയാണ് നമ്മുടെ ശരീരത്തിലുള്ളതെങ്കിൽ പിന്നെ അവന്റെ ദുആ പോലും സ്വീകരിക്കുന്നതല്ല. അള്ളാഹു നമ്മെ കാക്കട്ടെ. പിന്നെ അതുകൊണ്ട് തന്നെ അസ്വസ്ഥതകളും രോഗങ്ങളും ടെൻഷനുകളുമായിരിക്കും ജീവിതം. ഇത്തരക്കാരുടെ ജീവിതം അതായിരിക്കും. അപ്പോൾ പലിശ ഇടപാടുകൾ നടത്തുന്നവർക്ക് വരുന്ന ഒന്നാമത്തെ ഭൗതിക ശിക്ഷയാണ് ബറക്കത്തില്ലായ്മ, പുരോഗതി ഇല്ലായ്മ എന്നത്. രണ്ടാമതായി, പലിശപ്പണം ഉപയോഗിക്കുന്നവർക്ക് ദുന്യാവിൽ നിന്ന് കിട്ടുന്ന ശിക്ഷ എന്താ? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ്. മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. വദറൂ മാ ബഖിയ മിനർ റിബ ഇൻ കുൻതും മുഅ്മിനീൻ
فإن لم تفعلوا فأذنوا بحرب من الله ورسوله. അല്ലാഹ്, വിശ്വാസികളെ, നിങ്ങൾ പലിശ ഇടപാട് നിർത്തിവെക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും ഭാഗത്തു നിന്നുള്ള യുദ്ധമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക, അറിഞ്ഞിരിക്കുക. അല്ലാഹ്, എങ്ങനെയാണ് ആ യുദ്ധത്തെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയുക? റഹ്മത്തുല്ലിൽ ആലമീനായ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലമ വരേക്കും നമുക്കെതിരെ യുദ്ധം ചെയ്താൽ എങ്ങനെയാണ് നാം രക്ഷപ്പെടുക? പ്രിയപ്പെട്ടവരെ, കാര്യത്തിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കുക. മൂന്നാമതായി, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയുടെ ശാപത്തിനിരയാകും. പലിശയുടെ ഭൂമിയിൽ നിന്ന് കിട്ടുന്ന ശിക്ഷയാണ് നബി തങ്ങളുടെ ശാപത്തിനിരയാകും. ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അൻ സയ്യിദിന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഖാൽ ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ ശപിച്ചിരിക്കുന്നു, ശാപം നൽകിയിരിക്കുന്നു. ആർക്ക്? ആക്കിലർ റിബ, പലിശ തിന്നുന്നവനും, വമുക്കിലഹു, അതിനെ തീറ്റിപ്പിക്കുന്നവനും അഥവാ വാങ്ങുന്നവനും അത് കൊടുക്കുന്നവനെയും. വാങ്ങുന്നവനെയും ശപിച്ചിരിക്കുന്നു, അത് കൊടുക്കുന്നവരെയും ശപിച്ചിരിക്കുന്നു. വകാതിബഹു വശാഹിദൈഹി വഖാലഹും സവാ, അതിന്റെ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുന്നവര്, അറിഞ്ഞുകൊണ്ട് അതിന് സാക്ഷികളാകുന്നവര്, ഇവരൊക്കെ എന്താണ്? ഇവർക്കൊക്കെ അള്ളാഹുവിന്റെ റസൂലിന്റെ ശാപം കിട്ടിയവരാണ്. ശപിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാമല്ലോ. നാദാ, പലിശ തിന്നുന്നവരെ നീ നിന്റെ റഹ്മത്തിൽ നിന്നും അകറ്റണേ എന്ന ദുആയാണ് ലായനത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഈ ദുആ കിട്ടിയ ഒരാൾ എങ്ങനെ രക്ഷപ്പെടാനാണ്? എങ്ങനെ ജീവിതം സുഖകരമാവാനാണ്? നമ്മൾ നന്നായി ആലോചിക്കുക. നമ്മുടെ ഭാര്യമാരാണ് അനങ്ങുന്നതിന് മുഴുവനും പലിശ വാങ്ങാൻ വല്ലാതെ പ്രേരിപ്പിക്കുന്നത്. എല്ലാ ഭാര്യമാരുമല്ല, ചില സ്വാലിഹത്തുകളായ പെണ്ണുങ്ങളുടെ അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കേണ്ടവർ. ആഭരണം വിൽക്കാൻ അവർ അനുവദിക്കുകയില്ല. സ്ത്രീകളുടെ ആഭരണത്തിന്മേൽ തൊടാൻ സമ്മതിക്കൂല. പിന്നെ അത് പണയം വെച്ച് പലിശക്ക് വായ്പ എടുക്കും. അത് ഊരിക്കൊടുക്കും. ആർക്ക്? ഭർത്താവിനോ ആങ്ങളേക്കോ അല്ലെങ്കിൽ ഉപ്പാക്കോ ഒക്കെ ഊരിക്കൊടുക്കും. എന്തിന്? ബാങ്കിൽ കൊണ്ടുപോയി പലിശക്ക് പണയം വെക്കാൻ. ആ പണയത്തിനോ അല്ലാതെയോ ഒക്കെ, ആഭരണം വെച്ചിട്ടോ അല്ലാതെയോ ഒക്കെ ബാങ്കിൽ പോയും വട്ടിപ്പലിശക്കാരോടും പണം വാങ്ങുന്നത് എന്തിനാ? നിസ്സാര കാര്യങ്ങൾക്ക്. ആർഭാട കല്യാണങ്ങൾ നടത്താൻ, കാറ് വാങ്ങാൻ, ബൈക്ക് വാങ്ങാൻ, വീട്ടുപകരണങ്ങൾ വാങ്ങാൻ, തൻ്റെ കഴിവിനും വരുമാനത്തിനും അപ്പുറമുള്ള വീടുകൾ വെക്കാൻ, വിലപിടിപ്പുള്ള മൊബൈലുകളും ടിവിയും മറ്റും വാങ്ങാൻ, അങ്ങനെ മനസ്സിൽ തോന്നുന്നതും പരസ്യങ്ങളിൽ കാണുന്നതും മറ്റുള്ളവരിൽ കാണുന്നതുമായ സകലതും നമുക്ക് വേണം എന്ന അത്യാഗ്രഹമാണ് പലരെയും ബാങ്കുകളുടെയും വട്ടിപ്പലിശക്കാരുടെയും കെണികളിലേക്ക് എത്തിക്കുന്നത്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക എന്ന പരിശുദ്ധ ഇസ്ലാമിന്റെ വളരെ മൂല്യവത്തായ ആശയത്തെയാണ് നാം സത്യത്തിൽ നെഞ്ചേറ്റേണ്ടിയിരുന്നത്. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ വരുമാനത്തിനും കഴിവുകൾക്കും അനുസരിച്ചുള്ള പ്ലാനുകൾ ചെയ്യാതെ നാം ഇങ്ങനെ പലിശക്ക് പണം വാങ്ങി നാം ആർഭാടങ്ങൾ നടത്തുന്നു. അവസാനമോ സന്തോഷകരമായ ജീവിതം നഷ്ടപ്പെടുന്നു, ജീവിതത്തിന്റെ സുഖം നഷ്ടപ്പെടുന്നു. ഇനി വേറെ ചിലരുണ്ട്, അവരൊരു പക്ഷേ നേരിട്ട് പലിശ ഒന്നും വാങ്ങൂല. പിന്നെ മറ്റുള്ളവർക്ക് വായ്പ എടുക്കാൻ വേണ്ടി ആഭരണം അയച്ചു കൊടുത്ത് സഹായിക്കുന്നു. വലിയ സഹായമായിട്ട് സാധുക്കൾ ഇത് കാണുക. കടുത്ത തെറ്റാണ് ചെയ്യുന്നത്. നാം പലിശക്ക് വാങ്ങുന്നില്ല, പക്ഷെ നമ്മുടെ ആഭരണങ്ങൾ എടുത്തു കൊടുക്കുന്നു. ഒരു പക്ഷേ ആങ്ങളക്കായിരിക്കും, ഒരു പക്ഷേ സഹോദരിക്കായിരിക്കും, അയൽപക്കത്തുള്ള കൂട്ടുകാരികൾക്കായിരിക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഈ പലിശക്ക് വേണ്ടി ബാങ്കിൽ പോയി ജാമ്യം നിൽക്കുന്നവരുണ്ടാകും. അതുപോലെ ഔദ്യോഗിക രേഖകളോ ആധാരങ്ങളോ സർട്ടിഫിക്കറ്റുകളോ നൽകി സഹായിക്കുന്നവരുമുണ്ട്. അവരൊക്കെ കുറ്റത്തിൽ തുല്യരാണെന്നാണ് ഹദീസിന്റെ അവസാനം പറഞ്ഞത്. ഹും സവാ, അവരെല്ലാവരും ഈ പറയപ്പെട്ട നബിതങ്ങളുടെ ലഅനത്തേറ്റുവാങ്ങുന്നതിൽ സമമാണ്. ഇനി ഇങ്ങനൊക്കെ രേഖകൾ കൊടുത്താലോ
കൊടുത്തതുപോലെ തിരിച്ചു കിട്ടില്ലെന്ന് നമ്മളൊക്കെ മനസ്സിലാക്കുക. പിന്നെ അതിന് കാല് പിടിക്കേണ്ടി വരും. വിളിച്ചാൽ ടെലിഫോൺ എടുക്കാത്ത അവസ്ഥ വരും. കാരണം എന്താ? അയാൾ കടത്തിൽ മുങ്ങി കുളിച്ചിട്ടുണ്ടാവും. എവിടുന്ന് എടുത്ത് തരാൻ കഴിയാനാ? അപ്പോൾ ഇത്തരം പലിശ ഇടപാടുകളാണ് ജീവിതത്തിൽ പലവിധേനയുള്ള പ്രയാസങ്ങൾ അനുഭവിക്കാൻ കാരണം. ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കുക. അപ്പൊ ഇത്തരം ജീവിതത്തിൽ വല്ലാതെ പ്രയാസങ്ങളും ടെൻഷനുകളും, അതുപോലെ ഭാര്യക്ക് അസുഖം, മക്കൾക്ക് അസുഖം, വീട്ടിൽ ബറക്കത്തില്ലായ്മ, ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്നവർ ഇത്തരം ദുന്യാവിൽ തന്നെ ശിക്ഷ കിട്ടുന്ന പാപങ്ങളിൽ, പലിശ പോലുള്ള പാപങ്ങളിൽ വ്യാപൃതനാണോ എന്ന് ഒന്ന് പരിശോധിക്കുക. നാം നമ്മെ തന്നെ പരിശോധിക്കുക. എന്താണ് എൻ്റെ ജീവിതത്തിന് ഇങ്ങനെ നരകതുല്യമായ ജീവിതം കിട്ടാനുള്ള കാരണം? എനിക്കെന്നും അസ്വസ്ഥതകളും ടെൻഷനും ഉണ്ടാവാനുള്ള കാരണം എന്താ? നമ്മൾ ഖുർആൻ ഓതുന്നുണ്ട്, മാഷാ അല്ലാഹ്, പള്ളിയിൽ നിസ്കാരത്തിനും എല്ലാ വക്തിനും പങ്കെടുക്കുന്നുണ്ട്, റമദാൻ മാസം നോമ്പ് മുഴുവനും നോൽക്കുന്നുണ്ട്, കണ്ടമാനം കരഞ്ഞു ദുആ ചെയ്യുന്നുണ്ട്. എന്നിട്ടും എൻ്റെ ജീവിതത്തിന് എന്താ ടെൻഷൻ, എന്താ പ്രയാസം? ആലോചിക്കുക. ഇത്തരം ദുന്യാവിൽ നിന്ന് ബറക്കത്തെടുത്ത് കളയുന്ന, ജീവിതത്തിന്റെ രസം ഒഴിവാക്കി കളയുന്ന അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ലഅനത്തിന്, ശാപത്തിന് കാരണമാകുന്ന പലിശ പോലുള്ള പാപങ്ങളിൽ നാം പെട്ടിട്ടുണ്ടോ എന്നാലോചിക്കുക. എന്തിനാ ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ദുന്യാവിൽ നിന്ന് തന്നെ ശിക്ഷ നൽകുന്നത്? മനുഷ്യർ മാറി അള്ളാഹുവിന്റെ റഹ്മത്താണത്. മനുഷ്യർ മാറി ചിന്തിക്കാനും തൗബ ചെയ്ത് മടങ്ങാനുമാണ്. ഇത്തരം ഇടപാടുകളിൽ നിന്ന് വിട്ടുനിൽക്കാനാണ്. കാരണം ആഖിറത്തിലെ ശിക്ഷ താങ്ങാവുന്നതിലും അപ്പുറമായിരിക്കും. അള്ളാഹു നമ്മെ കാക്കട്ടെ. പലിശ കൊണ്ട് വ്യക്തിക്കുണ്ടാവുന്ന, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ദുന്യാവിൽ കിട്ടുന്ന ശിക്ഷകളാണ് ഇവയൊക്കെ. ഇനി സമുദായത്തിനും സമൂഹത്തിനും അതുകൊണ്ടുണ്ടാകുന്ന വേറൊരുപാട് ആപത്തുകളുണ്ട്. ഖബറിലും ആഖിറത്തിലും പലിശ തിന്നുന്നവർക്ക് കിട്ടുന്ന ശിക്ഷ വേറെയുണ്ട്. ഇതൊന്നും ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടില്ല. ദുന്യാവിൽ തന്നെ അവന് കിട്ടുന്ന ശിക്ഷകളാണ് ഈ പറഞ്ഞത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാര്, സഹോദരിമാര്, പലിശ ഇടപാടുകളിൽ നിന്ന് വിട്ടുനിൽക്കുക. അതിനൊരാളെയും സഹായിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ആഭരണങ്ങൾ ഒരുക്കൊടുക്കാനോ ഒന്നും നിൽക്കരുത്. അതിന് പിണങ്ങിയോട്ടെ. ഹറാമുകൾക്ക് കൂട്ടുനിൽക്കാൻ പാടില്ലല്ലോ. അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കൂല, നിങ്ങളെന്തേ അവർക്ക് പലിശയ്ക്ക് വേണ്ടി ആഭരണം ഊരിക്കൊടുക്കാതിരുന്ന് ചോദിക്കൂല. മറിച്ച് ഊരിക്കൊടുത്താലാണ് ചോദ്യം ചെയ്യുക. അള്ളാഹുവിന് ഭയപ്പെടുകയാണ്, അതിനെയാണ് നാം മുൻതൂക്കം നൽകേണ്ടത്, മറ്റുള്ളവരെ അനുസരിക്കുന്നതിനേക്കാളും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അത്തരം പാപങ്ങളൊക്കെ പൊരുത്തപ്പെട്ടു തരട്ടെ. അത്തരം പാപങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാനുള്ള വലിയ തൗഫീഖും അള്ളാഹു നൽകട്ടെ. മരണപ്പെട്ടു പോയവരുടെ എല്ലാ പാപങ്ങളും അള്ളാഹു പൊരുത്തപ്പെട്ടു കൊടുക്കട്ടെ. പലസ്തീനിലെയും മറ്റ് മുസ്ലിം രാജ്യങ്ങളിലെയും എല്ലാ പ്രശ്നങ്ങൾക്കും അള്ളാഹു തആല ഖൈറായ പരിഹാരങ്ങൾ നൽകട്ടെ. ശത്രുക്കൾ അള്ളാഹു തആല പരാജയപ്പെടുത്തട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.